ഒരു റിസൾട്ട് വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, അത് രക്ഷിതാക്കളും സമൂഹമൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, വിജയിക്കുന്ന ആളുകളെ വല്ലാതെ പരിഗണിക്കുകയും അവരെ സ്നേഹിക്കുകയും A+ കുറഞ്ഞു പോയാലോ അല്ലെങ്കിൽ D+നും താഴെയായി പോയാലോ അവരെ പരിഗണിക്കാത്തൊരവസ്ഥ ഇത്രയും വിദ്യാഭ്യാസ പുരോഗതി നേടിയിട്ടും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, അതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല എന്ന് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്, പരാജയം, പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിൻ്റെയും ഒരു അവസാനമല്ല. എല്ലാവർക്കും ഒരേപോലെ ബുദ്ധി ഉണ്ടാകണമെന്നില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു പേപ്പറിൽ എഴുതി പിടിപ്പിക്കുന്ന ബുദ്ധി ആയിക്കൊള്ളണമെന്നില്ല. ഇതൊന്നൊരു പരീക്ഷയിൽ ഒരാളുടെ കഴിവോ ഒരാളുടെ വിജയമോ ഒരു പേപ്പർ നോക്കിക്കൊണ്ട് തീരുമാനിക്കാൻ കഴിയുന്ന ഒന്നല്ല. പരാജയപ്പെട്ടു പോയവരെ ചേർത്ത് പിടിക്കാൻ കഴിയണം. വിജയിച്ച ആളുകൾ ശുക്ർ കാണിക്കാൻ കഴിയണം. അത് അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയണം. അതേപോലെ തന്നെ താരതമ്യം ചെയ്യരുതേ. കണ്ട, ഇന്നയാൾ അയൽവാസി അല്ലെങ്കിൽ ബന്ധുക്കളിൽ ഇന്നയാൾക്ക് ഇത്ര A+ കിട്ടി, നിനക്ക് ഇത്രയല്ലേ കിട്ടിയുള്ളൂ എന്നൊരു താരതമ്യം ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഉണ്ടായിക്കൂടാ എന്ന്. അത് ബോധപൂർവ്വം ഉണ്ടാകാതിരിക്കാൻ വാപ്പമാരും ജ്യേഷ്ഠന്മാരും അതേപോലെ എല്ലാവരും സമൂഹം മൊത്തം ആ വിഷയത്തിൽ ഒരു ബോധവൽക്കരണം ആവശ്യമുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. സ്വഹാബികളുടെ വിഷയത്തിലൊക്കെ വ്യത്യസ്ത കഴിവുകൾ ഉണ്ടായിരുന്ന ആളുകളായിരുന്നല്ലോ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മികച്ച പോരാളിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോരാളിയായിട്ടാണ് മാറ്റുന്നത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എല്ലാ നിലക്കും ഖുർആനിനെ ഉദ്ധരിച്ച് ഹറാമും ഹലാലും പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ആളായിരുന്നു. പോരാളിയായിട്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. അവിടെ ഗവർണറായിട്ട് മാറ്റുന്നുണ്ട്. ഹസ്സൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവരെയൊക്കെ കവിതകളായിരുന്നു ഹസ്സൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അവരെ പോരാളിയായിട്ടായിരുന്നില്ല കണ്ടിരുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹു പ്രവാചകരെ അധികാരം വേണം എനിക്ക് എന്ന് പറഞ്ഞു വരുമ്പോൾ അധികാരം നിനക്ക് ചേരില്ല അബൂദറേ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയും. നമ്മുടെ മക്കളൊക്കെ വ്യത്യസ്ത കഴിവുകളുള്ളവരാണ് എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ടവർ നമ്മൾ കാണണം. അതിൻ്റെ കൂടെ A+ൻ്റെ എണ്ണം നോക്കി സയൻസിൽ A+ ഉണ്ടോ, IT-യിലേ ഉള്ളോ, അതല്ല മാത്സിൽ എത്ര കിട്ടി എന്നൊക്കെ വിലയിരുത്തുന്നതിൻ്റെ കൂടെ എൻ്റെ മകൻ്റെ, എൻ്റെ മകളുടെ, എൻ്റെ അനിയൻ്റെ, എനിക്ക് ഇടപെടാവുന്ന മേഖലയിൽ ഈ മക്കളുടെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ എന്താണ്, അവരുടെ ദീനിൻ്റെ വിഷയത്തിൽ എന്താണ്, അവർ പരലോകത്തേക്ക് വല്ലതും മിച്ചം ലഭിക്കുന്നുണ്ടോ, അവർക്ക് അവരുടെ ശൈലിയിൽ, ജീവിതത്തിൽ, പ്രവർത്തനത്തിൽ, നന്മകളിൽ, ഇബാദത്തുകളിൽ എന്നുകൂടി ചിന്തിക്കാൻ ഒരു വാപ്പക്കും ഉമ്മക്കും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും കഴിയേണ്ടതുണ്ട്. അവിടെയാണ് യഥാർത്ഥ വിജയം ഉണ്ടാകുന്നത്.